ഹരേ കൃഷ്ണ. എല്ലാവർക്കും ലിപിദാസ് മീഡിയയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ടോപ്പിക് പഴുതാരയെ തുരത്താനുള്ള മാർഗങ്ങൾ. പലർക്കും വളരെയധികം പേടിയുള്ള ഇഴജന്തുവാണ് പഴുതാര. ഇവയുടെ കുത്തുകിട്ടിയാൽ വേദന അസഹനീയമാണ് എന്ന് തന്നെയാണ് ഈ ഭയത്തിന് കാരണം. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പല പേരുകളിലാണ് പഴുതാര അറിയപ്പെടുന്നത്. ചാക്കാണി, ചെതുപൂരൻ, കരിങ്കണ്ണി എന്നെല്ലാം പഴുതാരയെ വിശേഷിപ്പിക്കാറുണ്ട്. കുറെ അധികം കാലുകൾ ഉള്ളതിനാലാണ് പഴുതാരയ്ക്ക് സെന്റിപ്പീഡ് എന്ന് ഇംഗ്ലീഷിൽ പേര് വന്നതെന്ന് പറയപ്പെടുന്നു. നൂറുകാലൻ എന്നർത്ഥം വരുന്ന വാക്കാണിത്. കൂടാതെ അതിവേഗം പാഞ്ഞു പോകുന്നതാണ് ഇവയുടെ രീതി. പഴുതാരയുടെ മുൻവശത്തെ 2 കാലുകൾ കൊണ്ടാണ് ഇവ ഇരപിടിക്കുന്നത്. കാഴ്ചശക്തിയില്ലാത്ത പഴുതാരകൾ പലപ്പോഴും ഇരയാണെന്ന് കരുതിയാണ് മനുഷ്യരെ കുത്തുന്നത്. അതുമല്ലെങ്കിൽ മുന്നിലൊരു തടസ്സം വരുമ്പോൾ അത് മാറാനായി കുത്തുന്നതുമാകാം. ചിലർക്ക് പഴുതാര കടിച്ചാൽ പനി, വിറയൽ, ക്ഷീണം, നീരുവന്ന് വീർക്കുക എന്നിവയെല്ലാം സംഭവിക്കുന്നത് പതിവാണ്. ഒരു ദിവസം കഴിഞ്ഞാൽ ഇവ ഭേദമാകുകയും ചെയ്യും. വീടിനകത്ത് കയറിപ്പറ്റുന്ന പഴുതാരകൾ രാത്രികാലങ്ങളിൽ പലപ്പോഴും പണി തരാറുണ്ട്. നിലത്ത് കിടക്കുന്നവർക്കാണ് പണി കിട്ടുക. ഇത്തരത്തിലുള്ള പഴുതാര ശല്യം ഒഴിവാക്കാൻ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതിയാകും. ഭിത്തികൾക്കിടയിലുള്ള ചെറിയ വിടവുകളിലൂടെ പഴുതാരകൾ അകത്തേക്കും പുറത്തേക്കും സഞ്ചരിക്കും. അതിനാൽ ചുമരിലുള്ള ചെറിയ വിള്ളലുകളും ദ്വാരങ്ങളും അടയ്ക്കുക. മാംസാഹാര പ്രേമികളായ പഴുതാരകൾ ചെറിയ പ്രാണികളെയും ഉറുമ്പുകളെയും ഒക്കെയാണ് ഭക്ഷണമാക്കുക. അതിനാൽ ഉറുമ്പുകളും മറ്റും വീടിനകത്തുണ്ടെങ്കിൽ അവയെ ആദ്യം തുരത്തുക. ഭക്ഷണാവശിഷ്ടങ്ങൾ അടുക്കളയിലും മുറികളിലും ഇടാതിരിക്കുക. ഇരുണ്ട സ്ഥലങ്ങളും നനവുള്ള പ്രദേശങ്ങളുമാണ് പഴുതാരകൾ ഇഷ്ടപ്പെടുന്നത്. അതിനാൽ അനാവശ്യമായ ഇടങ്ങളിൽ ഈർപ്പം നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് ഉണക്കിയെടുക്കുക. വീടിന് അകവും പുറവും എപ്പോഴും ശുചിയാക്കി ഇടുക. അഴുക്കുവെള്ളം പോകുന്ന ചാലിൽ തടസ്സങ്ങൾ ഇല്ലെന്ന് ഉറപ്പുവരുത്തുക. അപ്പാർട്ട്മെന്റുകളിൽ താമസിക്കുന്നവർക്കും ചിലപ്പോൾ പഴുതാര ശല്യം അനുഭവപ്പെട്ടേക്കാം. ഫ്ളാറ്റുകളിൽ താമസിക്കുന്നവർ ബാത്റൂമുകൾ വൃത്തിയാക്കിയിടാൻ ശ്രദ്ധിക്കുക. ബാത്റൂമിലെ ചെറിയ വിടവുകളിലും മറ്റും പഴുതാരകൾ താമസമാക്കും. അത്തരം വിടവുകൾ അടയ്ക്കാൻ സാധിച്ചില്ലെങ്കിൽ അവിടെയെല്ലാം ഉപ്പ് വിതറുക. ക്ഷുദ്രജീവികളെ തടയാൻ ഉപ്പിന്റെ സാന്നിധ്യം ഏറെ ഗുണം ചെയ്യും. കേരളത്തിൽ പലയിടത്തും രമ്പയില എന്നും ബിരിയാണി കൈത എന്നുമെല്ലാം അറിയപ്പെടുന്ന ചെടിയുടെ ഇലകൾ, അതായത് പാൻഡൻ ലീവ്സ്, വീടിനകത്ത് വിതറിയിടുന്നത് പഴുതാരകളെ അകറ്റും. പാൻഡൻ ലീവ്സിന്റെ ഗന്ധം മനുഷ്യർക്ക് പ്രിയങ്കരമാണെങ്കിലും പഴുതാരകൾക്ക് അസഹനീയമാണ്. അതുമല്ലെങ്കിൽ ലെമൺ ഗ്രാസ് ഇത്തരത്തിൽ ഉപയോഗിക്കാവുന്നതാണ്. പാറ്റ ഗുളിക വെക്കുന്നതും പഴുതാരയെ അകറ്റും. അപ്പോൾ ഇന്നത്തെ ഈ പഴുതാരയെ കുറിച്ചുള്ള വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ ഈ ടോപ്പിക്ക് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ടോപ്പിക്കുമായി വരുന്നവരേക്കും ബായ്.